ഹലോ എവ്രി വൺ, വെൽക്കം ടു എക്സാനോ ലേണിംഗ്. നമ്മൾ MTSC ഫൈനൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ് അല്ലേ. നമ്മൾ ഓൾറെഡി ഒരു ക്ലാസ് കഴിഞ്ഞതാണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? നമ്മൾ ആൾജിബ്ര വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിരുന്നത് അല്ലേ. ആ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ ഈ ഒരു വീഡിയോ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ ഒരു ക്ലാസ്സും കൂടി നിങ്ങൾ കണ്ടു നോക്കണം. ആൻഡ് നമുക്കിനി MTSCയുടെ ഫൈനൽ എക്സാമിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ റെഗുലർ ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ടൈം ആയിട്ടുണ്ട്. നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. സോ റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോസ് വരും. നമ്മുടെ എക്സാം വൈ ചാനലിൽ നമ്മൾ റെഗുലർ ആയിട്ട് തന്നെ വീഡിയോസ് ഉണ്ടാവും. നിങ്ങൾ ആ വീഡിയോസ് ഒക്കെ റെഗുലർ ആയിട്ട് തന്നെ കണ്ടുപോവുക. ആൻഡ് നമുക്ക് ഇനി നമ്മുടെ ഫൈനൽ എക്സാമും നല്ല അടിപൊളിയായിട്ട് എഴുതാൻ കഴിയും. ഓക്കെ അല്ലേ? സോ നമ്മൾ ക്ലാസ്സിലോട്ട് പോവാം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഇൻഡിജേഴ്സ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ടോപ്പിക്കാണ് ഇൻഡിജേഴ്സ്. ഇൻഡിജേഴ്സിന്റെ അഡീഷൻ സബ്ട്രാക്ഷൻ ഒക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് തന്നെ പോവാണ്. സബ്ട്രാക്ട് 65 മൈനസ് 36. എത്രയാണ് വാല്യൂ വരിക? ഇവിടെയാണ് പല ആളുകൾക്കും മിസ്റ്റേക്ക് വരുന്ന ഒരു ടോപ്പിക്കാണ് ഇൻഡിജേഴ്സിന്റെ സബ്ട്രാക്ഷൻ വരുന്നത്. ഓക്കെ, അത് മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു നെഗറ്റീവ് മാത്രമേ കാണുള്ളൂ. മറ്റൊരു അതിന്റെ ഒപ്പമുള്ള വേറെ നെഗറ്റീവിനെ നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ കൺസിഡർ ചെയ്യില്ല. ആ ഒരു ടൈമിൽ ആൻസർ മാറും. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 65 മൈനസ് 36 ഇതാണ് ഇവിടെ ക്വസ്റ്റ്യൻ. നമ്മൾ ഇതിൽ ആകെ ഒരു നെഗറ്റീവ് മാത്രം, ഒരു മൈനസ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യൂ എന്നുള്ളെങ്കിൽ നമ്മുടെ ആൻസർ മാറിപ്പോകും. നമ്മൾ ഈ രണ്ട് നെഗറ്റീവ്സും, ഇവിടെ ഉള്ള രണ്ട് നെഗറ്റീവ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് രണ്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ മൈനസിന് പകരം നമ്മൾ ആഡ് ചെയ്യും. സബ്ട്രാക്ട് ചെയ്യില്ല, നമ്മൾ ആഡ് ചെയ്യും. എന്തുകൊണ്ട് ആഡ് ചെയ്യേണ്ടത്? ഇതേ വാല്യൂ കൊണ്ടാണ് ആഡ് ചെയ്യേണ്ടത് അല്ല, സെക്കൻഡ് വാല്യൂവിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ഉണ്ട്. അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ -36ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്താ? +36. ഓക്കെ, +36ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്തായിരിക്കും? -36. അതാണ് നമ്മുടെ കാര്യം. സോ നമ്മൾ ക്വസ്റ്റ്യൻ ഇപ്പോൾ എന്താണ്? 65 മൈനസ് 36 ആണ്. ഇതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? 65 പ്ലസ് -36 പ്ലസ് 36. സോറി, -36 അല്ല, -36ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ +36 ആണ്. 65 പ്ലസ് 36 ആൻസർ എത്ര വരിക? 6 + 5 11 വന്നു. 6 + 3 9 10 101 എന്നുള്ള ആൻസർ വരും. സോ ആൻസർ ഇവിടെ ഓപ്ഷൻ ബി ആണ് ആൻസർ വരും. ക്ലിയർ അല്ലേ? ആൻഡ് നമ്മുടെ ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? -35 -7. സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ചെയ്ത് നോക്കാം. -35 -17. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിവിടെ ആഡ് ചെയ്യണം. എന്തുകൊണ്ട് ആഡ് ചെയ്യണം? രണ്ടാമത്തെ വാല്യൂവിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് കൊണ്ട്. നമ്മുടെ +17 എന്നുള്ളത് -17 ആവും. സോ -35 പ്ലസ് -17, ഇവിടെ രണ്ടും നെഗറ്റീവ് വാല്യൂസാണ്. എന്താ ചെയ്യേണ്ടത്? രണ്ടും കൂടി ആഡ് ചെയ്യണം. നമ്മൾ ഇൻഡിജേഴ്സിന്റെ അഡീഷൻസ് പഠിച്ചതാണ്. രണ്ടും പോസിറ്റീവ് ആണെങ്കിലും, രണ്ടിപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പോലെ രണ്ടും പോസിറ്റീവ് ആണെങ്കിലും നമ്മൾ ചെയ്യൽ എന്താണ്? അഡീഷൻ ആണ്. രണ്ട് വാല്യൂസും നെഗറ്റീവ് ആണെങ്കിലും നമ്മൾ ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടും തമ്മിൽ ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അല്ലേ. സോ 35 + 17 ആൻസർ എത്ര വരിക? 40 50 52 50 ഉള്ള രൂപത്തിൽ ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ. ഇവിടെ ഒന്ന് -52. അല്ല, -52 ആണ് ആൻസർ ഉണ്ട്. ഇവിടെ എന്താ? രണ്ട് നെഗറ്റീവ് ആണ്. സോ -52 അല്ല, 80 എന്നുള്ള വാല്യൂ എന്തായാലും വരില്ല. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 18 ഉള്ള രൂപത്തിൽ ആൻസർ വരുമോ? ഇല്ല. സോ ഈ 18 -18 ആൻസർ എന്തായാലും വരില്ല. പിന്നെ ഇവിടെ 52 -52, ഇവിടെയാണ് പല ആൾക്കും മിസ്റ്റേക്ക് വരും. നമ്മൾ അറിയാതെ 52 ഇട്ട് പോകും അല്ലേ. ഇവിടെ -52 ആണ് ആൻസർ വേണ്ടത്. കാരണം രണ്ട് നെഗറ്റീവ് വാല്യൂസ് ആണ്. അപ്പോൾ അത് ആഡ് ചെയ്താലും കിട്ടുന്ന വാല്യൂ എന്താവണം? നെഗറ്റീവ് ആവണം. സോ നമ്മുടെ ആൻസർ ഇവിടെ ഓപ്ഷൻ ഡി -52 ആണ് ആൻസർ വരിക. ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് മസ്റ്റ് ബി സബ്ട്രാക്റ്റഡ് ഫ്രം -4 ടു ഗെറ്റ് 10. -4ൽ നിന്ന് ഏത് വാല്യൂവിനെ സബ്ട്രാക്ട് ചെയ്താലാണ് 10 ലഭിക്കുക? അതാണ് ചോദ്യം. ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ മാറ്റിയിട്ട് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യം ചോദിക്കുകയാണ്. നമ്മൾ ചോദിക്കുന്നത് 6ൽ നിന്ന്, വെറും 6 കേട്ടോ, 6ൽ നിന്ന് ഏത് വാല്യൂ സബ്ട്രാക്ട് ചെയ്താലാണ് നമുക്ക് 2 എന്നുള്ള വാല്യൂ കിട്ടുക? ഏത് വാല്യൂ? 4 അല്ലേ? 6 - 4 ആണ് 2. എല്ലാവർക്കും അറിയാം 6 - 4 ആണ്. ഇവിടെ ഈ 4 എന്നുള്ള വാല്യൂ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി എന്ന് അറിയോ? 6ൽ നിന്ന് ഈ 2നെ സബ്ട്രാക്ട് ചെയ്താൽ മതി അല്ലേ. 6ൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 4 എന്നുള്ള വാല്യൂ, ഇവിടെയുള്ള വാല്യൂ ആണ് ലഭിക്കുക ആണല്ലോ. ഇതേ ഐഡിയ ആണ് നമ്മൾ ഇവിടെയും ചെയ്യാൻ പോകുന്നത്. നമുക്കിവിടെ കാണേണ്ടത് -4ൽ നിന്ന് ഏത് വാല്യൂവിനെ സബ്ട്രാക്ട് ചെയ്താലാണ് നമുക്ക് 10 ലഭിക്കുക എന്നുള്ളതാണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെയുള്ള വാല്യൂ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? -4ൽ നിന്ന് 10നെ സബ്ട്രാക്ട് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ എന്താണ് ആൻസർ കിട്ടുക? അതായിരിക്കും നമ്മുടെ ആൻസർ.
അപ്പോൾ -4ൽ നിന്ന് നമ്മൾ 10 സബ്ട്രാക്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഇവിടെ മൈനസ് എന്നുള്ളത് പ്ലസ് ആവും, അതുപോലെ 10 എന്നുള്ളത് -10 ആവും. -4 + -10 അതാണ് ആൻസർ വരിക, -14. സോ നമ്മുടെ ആൻസർ വരിക ഇവിടെ ഓപ്ഷൻ -14 എന്നുള്ള ഓപ്ഷൻ ഇല്ലേ, യെസ് ഓപ്ഷൻ എ. ഓപ്ഷൻ എ -14 ആണ് ആൻസർ വരിക. ഇവിടെ നോക്കൂ -4 -14 എന്താ ആൻസർ വരിക, -4 + 14 ആവും. -4 + 14 ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും. സോ നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. 14 - 4 ആൻസർ എത്ര വരും, 10 വരും. ഇതിൽ ഏതാണോ ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂ അതിന്റെ സൈൻ ഇട്ട് കൊടുക്കണം. സോ +10 എന്നുള്ള വാല്യൂ. ഓക്കെ അല്ലേ? സോ ആൻസർ ഇവിടെ -14 ആണ് വരേണ്ടത്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ, ഇതൊരു വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ബട്ട് ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ്. എ സബ്മറൈൻ വാസ് സിറ്റുവേറ്റഡ് 80 feet ബിലോ സീ ലെവൽ. ഓക്കെ, സീ ലെവലിൽ നിന്ന്, ഇപ്പോൾ ഇവിടെയാണ് സീ ലെവൽ എന്ന് ആലോചിക്കുക കേട്ടോ. സീ ലെവലിൽ നിന്ന് മൈനസ് ഡെപ്തിലാണ് അല്ലേ, ഫീറ്റ് ബിലോ 800 feet ബിലോ. സോ നമ്മൾ യൂഷ്വലി താഴത്തോട്ടുള്ളത് നമ്മൾ -800 എന്നുള്ള രൂപത്തിൽ ഉപയോഗിക്കും. എന്നിട്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്തു, ഇവിടുന്ന് 350 ഇറ്റ് അസെൻഡ് 350 feet. ഓക്കെ, അസെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്, ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോകുന്നതിനാണ് നമ്മൾ അസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്. അതുപോലെ താഴെ നിന്ന് മുകളിലോട്ട് വരുന്നതിനാണ് നമ്മൾ അസെൻഡ് ചെയ്യുക എന്ന് പറയുന്നത്. സോ ഈ 800 feet നിന്ന് എത്ര ഫീറ്റ് മുകളിലോട്ട് വന്നു, +350 feet. അങ്ങനെയാണെങ്കിൽ ന്യൂ പൊസിഷൻ, ഇവിടെയുള്ള ഈ പൊസിഷൻ ഏതാണെന്നാണ് കാണേണ്ടത്. ഇത് നമുക്ക് ഓപ്ഷൻസ് നോക്കിയാൽ തന്നെ നമുക്ക് ആൻസർ കണ്ടെത്താൻ കഴിയും. ഇവിടെ ആലോചിച്ച് നോക്കൂ, -800 ആണ് കേട്ടോ. അതിലോട്ട് അവിടുന്ന് ഇവിടെ മുകളിലോട്ട് വരികയാണ്. 0 പറഞ്ഞാൽ ഇവിടെയാണ്. അപ്പോൾ 550 എന്നുള്ള വാല്യൂ വരും. 550 എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്, 0ൻ്റെയും മുകളിലാണ്. ആൻസർ വരും ഇല്ല. -1150 1150 അതെന്തായാലും വരില്ല. 550 തന്നെ വരില്ല, പിന്നെ ഇങ്ങനെ 1150 വരില്ല. സോ ഈ രണ്ട് ഓപ്ഷൻ എന്തായാലും ഫസ്റ്റ് തന്നെ റോങ് ആയി. അടുത്തത് -1150 -1150 പറഞ്ഞാൽ എന്താ, ഇവിടുന്ന് വീണ്ടും താഴോട്ടാ അല്ലേ. 800 കഴിഞ്ഞ് 900 -900 ഉണ്ട്, -1000 കഴിഞ്ഞിട്ടൊക്കെയാണ് ഈ -1150 വരിക. ആ ഒരു ഓപ്ഷൻ്റെ ആൻസർ വരുമോ, ഇല്ല. കാരണം ഇവിടുന്ന് മുകളിലോട്ട് വരികയാണ്. സോ 0ൻ്റെയും -800ൻ്റെയും ഇൻ ബിറ്റ്വീൻ ഉള്ള വാല്യൂ ആൻസർ വരാൻ പറ്റുള്ളൂ. നമുക്ക് ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ അല്ലേ. ഇവിടെ ചെയ്യാതെ തന്നെ നമുക്ക് ചെറിയൊരു ഇൻഡിജേഴ്സിന്റെ ഐഡിയ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇതെങ്ങനെ കറക്റ്റ് ആയിട്ട് ചെയ്യുക, ചെയ്യൽ എങ്ങനെയാണ്, -800 പ്ലസ് 350 അല്ലേ, +350. ഇവിടെ -800ഉം +350യും ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും. ആ ഒരു ടൈമിൽ എന്താ ചെയ്യേണ്ടത്, വലിയ വാല്യൂ, ഈ നെഗറ്റീവും പോസിറ്റീവും നോക്കാതെ വെറും മാഗ്നിറ്റ്യൂഡിൽ 800ൽ നിന്ന് 350 കുറക്കുക. ആൻസർ എത്ര വരും, 450 എന്നുള്ള വാല്യൂ വന്നു. എന്നിട്ട് 450യിൽ നിന്ന് 450ക്ക് ഏത് സൈനാണ് ഇട്ട് കൊടുക്കേണ്ടത്, ഇവിടെ -800 ആണ് ഉണ്ടായിരുന്നത്, ഇപ്പോൾ +350 ആണ്. സോ ഇതിൽ ഏതാണ് വലിയ വാല്യൂ അതിന്റെ കൂടെയുള്ള സൈനാണ് ഇട്ട് കൊടുക്കുക. സോ -450 ആൻസർ തന്നെയല്ലേ, -450. ക്ലിയർ അല്ലേ? സോ ആൻസർ വരേണ്ടത് -450 ആണ്. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്, റൈറ്റ് ദ ഇൻറ്റിജർ വിച്ച് ഈസ് 2 ലെസ് ദാൻ ഇറ്റ്സ് അഡിറ്റീവ് ഇൻവേഴ്സ്. ഓക്കെ, നമുക്ക് കാണണം ഒരു ഇൻറ്റിജർ. ആ ഇൻറ്റിജർ എന്താണ്, അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സിനേക്കാളും 2 കുറവാണ്. മീൻസ് അഡിറ്റീവ് ഇൻവേഴ്സ് ആണ് ഗ്രേറ്റർ ആയിട്ട് വാല്യൂ വരിക. ഈ അഡിറ്റീവ് ഇൻവേഴ്സിൽ നിന്ന് 2നെ സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടും. അതാണ് ഇവിടെ നമ്മൾ ചോദ്യം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മളെ വാല്യൂ എത്രയാണോ അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്തായാലും അതിനേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂ വരണം ആണല്ലോ. കാരണം അഡിറ്റീവ് ഇൻവേഴ്സിൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടണം. നമുക്കിവിടെ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 2ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എത്ര വരിക, -2. ഇവിടെ അഡിറ്റീവ് ഇൻവേഴ്സ് ആണോ ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂ, അല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ ഓപ്ഷൻ എന്തായാലും ആൻസർ വരില്ല. അടുത്തത് 0ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്താണ്, 0 തന്നെയാണ് വരിക. ഇവിടെ ഇതിനേക്കാളും ഗ്രേറ്റർ ആണോ, അതല്ല. സോ ഈ 2 ഓപ്ഷൻസ് എന്തായാലും ആൻസർ വരില്ല. ഇനി നമുക്ക് 2 ഓപ്ഷൻസ് ഉള്ളത്, ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും. ഇതിൽ ഓപ്ഷൻ ബി ആയിട്ടുള്ള -1ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എത്രയാണ്, +1 ആണല്ലോ, ഗ്രേറ്റർ ആണ്. ഇത് തമ്മിൽ ഡിഫറൻസ് നോക്കിയാൽ മതി. -2ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എത്രയാണ്, +2 ആണല്ലോ. ഇനി ഇത് തമ്മിലൊന്ന് ഡിഫറൻസ് നോക്കാം നമുക്ക്. ഈ 2 വരുന്ന ഏതാണോ ഡിഫറൻസ് 2 വരുന്നത് ആയിരിക്കും നമ്മുടെ ആൻസർ വരിക അല്ലേ. ഫസ്റ്റത്തെ ഈ ഒരു ഓപ്ഷൻ തന്നെ നോക്കാം. അവിടെ എന്താണ് അഡിറ്റീവ് ഇൻവേഴ്സ് വരുന്നത് 1 ആണ്. 1ൽ നമ്മൾ എന്തിനെ സബ്ട്രാക്ട് ചെയ്യണം, ആ ഒരു വാല്യൂവിന് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ, നമ്മുടെ ഈ ഒരു വാല്യൂവിന് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 എന്നുള്ള വാല്യൂ കിട്ടുമെന്നാണ് നോക്കേണ്ടത് അല്ലേ. അതുപോലെ നമ്മുടെ സെക്കൻഡ് ഓപ്ഷൻ ഡിയിൽ 2ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം, -2നെ സബ്ട്രാക്ട് ചെയ്യണം ആണല്ലോ. ഫസ്റ്റ് സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ 1 + 1 ആയി, =2. ഓ, അപ്പോൾ ആൻസർ ഏതാണ്, ഓപ്ഷൻ ബി ആണ് വരിക. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ വരേണ്ടത്. കാരണം -1ഉം 1ഉം തമ്മിൽ ഡിഫറൻസ് പറഞ്ഞാൽ 2 യൂണിറ്റ്സ് ആണ്.
ഇനി ഇതുപോലെ നമ്മൾ 2 - 2 തമ്മിലുള്ള യൂണിറ്റ് ഡിഫറൻസ് എത്രയാണ്? 2 + +2 ആവും, വിച്ച് ഈസ് ഈക്വൽ ടു 4 യൂണിറ്റ്സ് ആണ്. നമുക്ക് വെറുതെ നമ്പർ ലൈൻ വരച്ച് നോക്കിയാലും മതി. നമ്മുടെ നമ്പർ ലൈനിൽ ഞാൻ ജസ്റ്റ് റഫായിട്ട് നമ്പർ ലൈൻ വരയ്ക്കാണ്. ഇവിടെ -2 -1 0 1 2. 1ഉം -1ഉം തമ്മിലുള്ള ഡിഫറൻസ് നോക്കൂ. 1ഉം 1ഉം തമ്മിൽ 2 യൂണിറ്റ്സ് അല്ലേ? 2 യൂണിറ്റ്സ് ആണുള്ളത്. -2ഉം 2 തമ്മിലുള്ള യൂണിറ്റ്സോ 1 2 3 4 4 യൂണിറ്റ്സ് ആണ്. ഓക്കെ, സോ ആൻസർ ഇവിടെ വരേണ്ടത് 2 യൂണിറ്റ്സ് തമ്മിൽ ഡിഫറൻസ് ഉള്ളത് ഏതൊക്കെയാണ്? -1ഉം 1ഉം. സോ ആൻസർ ഇവിടെ -1 ആണ്. ഓക്കെ അല്ലേ? ആൻഡ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രൊഡക്റ്റ് ഓഫ് അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് 6 ആൻഡ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് 6. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിലെ, നമ്മുടെ ഇന്നത്തെ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ഫസ്റ്റ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താണ്? ഏതൊരു വാല്യൂവിന്റെയും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ -2 ആണെങ്കിൽ +2, -6 ആണെങ്കിൽ +6, +6 ആണെങ്കിൽ -6. അതിന്റെ സൈൻ തമ്മിൽ മാറ്റി കൊടുത്താൽ മതി അഡിറ്റീവ് ഇൻവേഴ്സ് കിട്ടാൻ, അല്ലേ? ഇപ്പോൾ 1 ആണെങ്കിൽ -1 ആയിരിക്കും. ഇപ്പോൾ 100 ആണെങ്കിൽ -100 ആയിരിക്കും അഡിറ്റീവ് ഇൻവേഴ്സ്. ഈ -250 ആണെങ്കിൽ അഡിറ്റീവ് ഇൻവേഴ്സ് എന്തായിരിക്കും? +250 ആയിരിക്കും. ഇതുപോലെയാണ് നമ്മുടെ അഡിറ്റീവ് ഇൻവേഴ്സ് വരിക. ഇനി മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ റെസിപ്രോക്കലാണ്. അതായത് ഇപ്പോൾ 1/2ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്തായിരിക്കും? 2/1 ആയിരിക്കും. 3/4ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്തായിരിക്കും? 4/3 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 2ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്തായിരിക്കും? 1/2 ആയിരിക്കും. കാരണം 2 എന്ന് പറഞ്ഞാൽ 2/1 ആണ്, അല്ലേ? സിമിലർലി 1/3ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്തായിരിക്കും? 3/1, അതായത് 3. ക്ലിയർ ആയല്ലോ എന്താണ് അഡിറ്റീവ് ഇൻവേഴ്സ്, എന്താണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്? ഇനി നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് വരാം. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ദ പ്രൊഡക്റ്റ് ഓഫ്, അതായത് മൾട്ടിപ്ലൈ ചെയ്യണം. എന്തൊക്കെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് 6 ആൻഡ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് 6. ഫസ്റ്റ് അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് 6 എത്രയാണ്? -6, അല്ലേ? അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് 6 എന്ന് പറഞ്ഞാൽ -6 ആണ്. ഇതിനെ നമ്മൾ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് 6. ഇതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താണ്? 1/6 ആണല്ലോ. അപ്പോൾ നമ്മുടെ ആൻസർ ഇവിടെ -6 × 1 എന്നാൽ -6, -6/6. -6/6 ചെയ്താൽ നമുക്ക് എന്താ ആൻസർ കിട്ടുക? 6 6 കട്ട് ചെയ്താൽ ഒരു നെഗറ്റീവ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ -1 എന്നുള്ള വാല്യൂ ആണ് നമ്മുടെ ആൻസർ വരിക. ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. ഓക്കെ അല്ലേ? ആൻഡ് നമ്മൾ ഇന്നത്തെ സെഷൻ നമ്മളിവിടെ എൻഡ് ചെയ്യാൻ പോവുകയാണ്. ഇനിയും നമ്മൾ റെഗുലർ ആയിട്ട് തന്നെ നമ്മൾ ക്ലാസ്സസ് നമുക്ക് വരുന്നതായിരിക്കും. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ അപ്ഡേറ്റ്സും നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി വഴി നിങ്ങൾ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവുമല്ലോ. ഇനി ആരെങ്കിലും ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഡെയിലി അപ്ഡേറ്റ്സ്, നമ്മുടെ അപ്ഡേറ്റ്സും അതുപോലെ ഡെയിലി ക്വിസസും നടക്കാറുണ്ട്. എല്ലാവരും ക്വിസസ് ഒക്കെ പങ്കെടുക്കാറില്ലേ? ഓരോ ഡെയിലി ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുണ്ട്. അതൊക്കെ ചെയ്ത് നോക്കുക. ആൻഡ് ഈ ഒരു ക്ലാസ്സിൻ്റെ നോട്ട്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്യും. ഓക്കെ, സോ സീ യു ഓൺ ദ നെക്സ്റ്റ് ലൈവ്, അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. ബൈ.